പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രധാന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന നെടുമങ്ങാട് അസംബ്ലീസ് ബോർഡ് സഭയുടെ ശുശ്രൂഷകൻ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ കെ സുരേഷ് അവർകൾ, അദ്ദേഹം മുൻ പ്രസ്ബിറ്ററി അംഗം കൂടെയാണ്. നെടുമങ്ങാട് സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ ജോണി പൗലോസ് അവർകൾ, തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ സാബുറ്റീസ, മറ്റ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹാശുശ്രൂഷകന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഞാൻ വന്ദനം പറയും. പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലാണ് ഇന്നത്തെ ദിവസം നാം ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വർഗം അനുവാദം നൽകുകയും ജനന ദിവസത്തിന് മുമ്പ് തന്നെ മരണ ദിവസം തീരുമാനിച്ചിരുന്ന സ്വർഗത്തിലെ കർത്താവ് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് പ്രിയ പിതാവിനെ ചേർത്തുകൊള്ളുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം അനുസ്മരണ സന്ദേശവുമായി ബന്ധപ്പെട്ട് നാം കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് പ്രിയ പിതാവിന് നേരിട്ടുള്ള പരിചയം കർത്താവിൻ ദാസൻ പാസ്റ്റർ സ്റ്റുവർട്ടുമായുള്ള സൗഹൃദ ബന്ധത്തിൽ നിന്നാണ്. ഞാൻ ഭരണീയം സഭയുടെ ഒരംഗമായിരിക്കുന്ന കാലഘട്ടത്ത് തന്നെ പാസ്റ്റർ സ്റ്റുവർട്ട് COTR ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും നെഡ്സം പാസ്റ്റർ അന്ന് ആ ഭരണീയം സഭയിൽ ഇരിക്കുന്ന കാലഘട്ടം അവിടെ വന്ന് എത്രയോ വട്ടം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദ ബന്ധമാണ് ഞങ്ങൾക്ക് ഇന്നും തുടരാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള ബന്ധത്തിലാണ് പൊതുവെ അസംബ്ലീസ് ബോർഡിലെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ മക്കളുമൊക്കെ ഇത്രയും ഒരു വലിയ ആൾക്കൂട്ടം ഇന്ന് മാത്രമല്ല ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ധാരാളം ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്ത് വരികയായിരുന്നു. കർത്താവിൻ ദാസൻ പാസ്റ്റർ സ്റ്റുവർട്ട് അസംബ്ലീസ് ബോർഡിലെ ക്രൈസ്റ്റ് അംബാസഡേഴ്സിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസ്ബിറ്ററായി ആർനാട് സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ. അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് തലത്തിൽ പ്രാർത്ഥനയുടെ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ചുമതല വഹിച്ച് ഈ ദിവസങ്ങളിൽ മുൻപിലേക്ക് പോകുന്നു. ഒപ്പം കണ്ണറവിള സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായിരിക്കും. അങ്ങനെ ദീർഘനാളുകളിലെ ഒരു ആത്മീക ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. അവിടെ പഴയ വീട്ടിൽ പലവട്ടം ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയും പ്രിയ പിതാവ് രോഗിയായിരുന്ന സമയത്ത് ഇവിടെയും വരാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ഞാനും എൻ്റെ മകനും ഒരുമിച്ച് എട്ടുകുറ്റി സഭയിലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് യാത്ര ചെയ്ത് വരുമ്പോൾ കണ്ണവിള ജംഗ്ഷൻ തൊട്ട് മുമ്പ് വെച്ച് ഞാൻ മോനോട് പറഞ്ഞു, മകളെ സ്റ്റുവർട്ട് പാസ്റ്റർ ഒന്ന് വിളിക്കട്ടെ, ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറിയേച്ച് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തോട് ഒരല്പസമയം ചിലവഴിക്കാനും പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായി. ഇന്നലെ വൈകിട്ടാണ് ഈ വിവരം അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രിയ പിതാവ് ഒരു കഠിനാധ്വാനിയായിരുന്നു, ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഭക്തനായ ഒരു അപ്പൻ്റെ മക്കളായി 3 പേർക്ക് ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കുവാനും
മൂന്ന് പേരും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി തീരാൻ ഇടവന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരും പ്രാർത്ഥനയും അതിന് പിൻബലമായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുകയാണ്. ഇവിടെ ഏതോ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ, അപ്പൻ്റെയും, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജോൺസൺ പറഞ്ഞതുപോലെ, അപ്പൻ്റെയും അമ്മയുടെയും കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ തലമുറകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ മുൻപിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ വളരെ സ്നേഹത്തോടുകൂടെ മൂന്ന് മക്കളോടും കുടുംബാംഗങ്ങളോടും ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കും പങ്കുവയ്ക്കാനുള്ളത്, നിങ്ങളുടെ സൗഹൃദം ഉലഞ്ഞു പോകാതെ നന്നായിട്ട് സൗഹൃദത്തോടുകൂടെ ജീവിച്ച് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ പിതാവ് കാണിച്ചു തന്ന അനുഗ്രഹിക്കപ്പെട്ട മാതൃക പിൻപറ്റി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട് നമുക്കും ഇതുപോലെ ഒരു ദിവസമുണ്ട് എന്ന് അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ, കുടുംബാംഗങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുകൂടെ ഞാൻ എടുത്ത് പറയുന്നു. സ്തോത്രമല്ലൂയ. ഈ സ്ഥിതിയിലായിരുന്നില്ല ഇവിടെ തുടക്കം. എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കർത്താവിനെ സേവിപ്പാൻ അവർക്ക് ദൈവം അവസരം കൊടുത്തു. പാസ്റ്റർ സ്റ്റുവർട്ട് പറഞ്ഞതുപോലെ, ഏറ്റവും ഒടുവിലുള്ള ആ വേദനയുടെ സമയത്ത് ഒരപ്പന് ചെയ്യേണ്ടിയ എല്ലാ കടമകളും കർത്തവ്യങ്ങളും കർത്താവിന്റെ ദാസനിലൂടെ, തൻ്റെ സഹധർമ്മിണിയിലൂടെ, മറ്റു മക്കളിലൂടെ ഒക്കെ ലഭ്യമായതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുകയാണ്. പ്രായമുള്ള മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ച് മുൻപിലേക്ക് പോകുന്നത്. അങ്ങനെ തള്ളിക്കളയുവാൻ വിശുദ്ധ വേദപുസ്തകം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഒരപ്പനും അമ്മയും നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്നത്തെ പോലെയല്ല. അന്ന് പട്ടിണിയുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ, ഇല്ലായ്മയുടെ ഒരു കാലഘട്ടം. അപ്പോഴും മുണ്ടും മുറുക്കിയുടുത്ത് മക്കൾക്ക് വേണ്ടി ആഹാരം നൽകി, വസ്ത്രം നൽകി, പഠനം നൽകി ഒക്കെ നമ്മളെയൊക്കെ നയിച്ച് ഇത്രത്തോളം ഒക്കെ നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റുമ്പോൾ വയസ്സാം കാലത്ത് അപ്പനെയും അമ്മയും മറക്കാതെ നമ്മുടെ കടമകൾ ചെയ്യാൻ നമുക്ക് ഇടവരുമെങ്കിൽ അത് നമ്മുടെയും ജീവിതത്തില് അനുഗ്രഹമായി തീരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ച് സ്വത്രം അവിടെ അനുസ്മരണം ഇവിടെ അറിയിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ അസംബ്ലീസ് ബോർഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിലെ മുൻ കമ്മിറ്റി അംഗമായും നിലവില് ചാരിറ്റിയുടെ പ്രധാന ചുമതല വഹിക്കുന്ന പാസ്റ്റർ പി ബേബി അവരുടെ അനുസ്മരണം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബഥേൽ ബൈബിൾ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന റവറൻ സാമുവൽ കുട്ടി അവർ വിളിച്ച് ആ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും അനുസ്മരണം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ അനുസ്മരണവും ഞാൻ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. തുടർന്ന് പരിമിതമായ സമയമാണ് മുൻപിലുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഈ പ്രിയ പിതാവ് വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ്. ഈ പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ തിരുസന്നിധിയിൽ മരണം വഴിയായി ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ മരണമെന്ന ക്യൂവിൽ ഇന്ന് പകൽ ഞാനോ നിങ്ങളോ ഒരാൾ പുറകിലുണ്ട്. നമുക്ക് ആർക്കും ഗ്യാരണ്ടിയോടുകൂടെ മുമ്പിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിൽ എത്തുമെന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, എപ്പോ നാം മരിച്ചാലും ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ അനുസരിച്ച് ഭക്തിയോടെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്, ഏത് സമയത്ത് മരിച്ചാലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് കൊള്ളുവാനിടയായി തീരും. എത്ര പേർക്ക് ആ പ്രത്യാശമുണ്ട്? കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുകയാണ്.
ഈ പ്രിയ പിതാവ് നാം പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എന്നിരുന്നാലും ആദരവോടുകൂടെ ഈ ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ടിയത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ശരീരത്തിൽ നിന്നാണ് മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, സഭയിലുള്ള ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ സ്നേഹം ആസ്വദിച്ചത്, കരുതൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ശരീരം സ്വത്രം ഹല്ലേലൂയ നന്നായിട്ട് ശുശ്രൂഷിക്കേണ്ടിയത് നമ്മുടെയൊക്കെ പ്രധാന ഉത്തരവാദിത്വമാണ്. ഏത് ശുശ്രൂഷയ്ക്കും വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ കർത്താവെ ശരണപ്പെടുകയാണ്. അതിലെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാൻ അതിന്റെ മുമ്പിൽ സമയം പോരാ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും നാം അറിയേണ്ടിയ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ടിയ, പിതാവ് ഇന്നലകളിൽ അറിഞ്ഞതാണ്, എന്നാൽ ജീവനോടിരിക്കുന്ന നാം അറിയേണ്ടിയ ചില സംഗതികൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രധാനമായ സംഗതി, കൂടാരമായ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകുന്നതാണെന്ന് ജീവനോടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയുവാനായിട്ട് തയ്യാറാകണം. ഈ ഭവനം, ഈ ശരീരം ഒരു ദിവസം അഴിഞ്ഞു പോകുന്നതാണ്. ഈ ശരീരത്തെ മോടി പിടിപ്പിക്കാൻ, ഈ ശരീരത്തെ സൗന്ദര്യവൽക്കരണം നടത്താൻ, ഈ ശരീരത്തിന് ആരോഗ്യം വരുത്താൻ, അഴകുള്ളതാക്കി മാറ്റാൻ ഞാനും നിങ്ങളുമൊക്കെ അഹോരാത്രം പണിപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം സകല ആളുകളും അറിയേണ്ടിയത്, ഈ ശരീരം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ശരീരം മൺമയമായതാണ്, മണ്ണിൽ നിന്ന് എടുത്ത ഒരു ശരീരമാണ്. ഈ ശരീരം മണ്ണോട് ചേരേണ്ടിയതാണ് എന്ന് ഞാനും നിങ്ങളും അറിയുവാനായിട്ട് ഇടയായി തീരണം. ഈ ശരീരത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, പല കാര്യങ്ങൾ പ്രവർത്തിക്കാറുണ്ട്, പല നിലകളിലും ഞാനും നിങ്ങളുമൊക്കെ മുൻപിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, വചനപ്രകാരം ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നയിക്കാനാണ് ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ശരീരം അഴിഞ്ഞു പോകുന്നതാണ്, ഈ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. താൽക്കാലികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ കൂട് ഈ ഭൂമിയിൽ കർത്താവ് നൽകി തന്നിരിക്കുന്നത്. ഈ ശരീരത്തെ ശരീരമായി ഈ ഭൂമിയിൽ കൊണ്ടു നടക്കാൻ ഇടവരുന്നത് ഈ ശരീരമല്ല, അകത്തെ പ്രാണനും ആത്മാവുമാണ് എന്ന് നാം തിരിച്ചറിയാൻ തയ്യാറാകണം. ഈ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും എപ്പോൾ നഷ്ടപ്പെട്ടുവോ അപ്പോൾ ഈ ശരീരം ചലനമറ്റതായി മാറുകയാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിയേണ്ടിയത്, ഒരു ശ്വാസം മാത്രമുള്ള ക്ഷണികമായ, ക്ഷണഭംഗുരമായ, താൽക്കാലികമായി കുറെ നാൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയ ഞാനും നിങ്ങളും അഹങ്കരിച്ചിട്ട് കാര്യമില്ല. സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. എത്ര കൊല്ലം, 81-ലധികം വയസ്സ് പ്രിയ പിതാവിന് ഉണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ 81-ലധികം വർഷം ഈ പിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ സൃഷ്ടിതാവായ യേശുവിനെ അറിയുവാനുള്ളൊരു ഭാഗ്യം കർത്താവ് നൽകുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ തുടങ്ങിയ ആരാധന ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലയമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ നടത്തുമനുസരിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സഭയ്ക്ക് അദ്ദേഹം സംഭാവനയായിട്ട് നൽകിക്കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളും അറിയേണ്ടിയത്, ഇത് താൽക്കാലികമാകുന്ന ജീവിതമാണ്. ഇവിടെ ചെയ്യേണ്ടിയ എല്ലാ കാര്യാദികളും നന്നായി ചെയ്ത് മുൻപിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരണം. എന്താണ് ഈ ഭൂമിയിൽ ഇത് തീരുമെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടിയത്? നമുക്കൊരു സൃഷ്ടിതാവുണ്ട് എന്ന് നാം അറിയണം. ആ സൃഷ്ടിതാവായ ദൈവം
മനുഷ്യൻ പാപികളായിരിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തന്റെ ഓമന കുമാരനായ യേശു ക്രിസ്തുവിന് നമുക്ക് പാപ പരിഹാര ബലിയായിട്ട് നൽകി തന്നു എന്ന് നാം അറിയുവാനിടയായി തീരണം. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ കൂടാരം നഷ്ടപ്പെട്ടു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ എന്നറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം മുൻപിലേക്ക് പോകുവാൻ ഇടയായി തീരണം. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുള്ള ജീവിതമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ അവിടെ കാണുന്നത് ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം. ഇത് കൈകൊണ്ട് കർത്താവ് നിർമ്മിച്ച ഒരു ശരീരമാണ്. അവിടുത്തെ സാദൃശ്യത്തിൽ, അവിടുത്തെ രൂപത്തിൽ അവിടുന്ന് കൈപ്പണിയായി നിർമ്മിച്ചതാണ്. ഇത് കൈപ്പണിയായി നിർമ്മിച്ചത് സ്വത്രം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം, യുഗായുഗങ്ങൾ, കോടി കോടി വർഷങ്ങൾ പാർക്കേണ്ടിയതിന് സ്വർഗത്തിലെ ദൈവം അവിടെ കൈപ്പണിയല്ലാതെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അവിടെ പ്രവേശിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അവകാശം നൽകി. അങ്ങനെ മക്കളായവർക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം അവിടെ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ആ ഭവനത്തിലാണ് ഞാനും നിങ്ങളും അനേക യുഗങ്ങൾ വസിക്കേണ്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, കഴിഞ്ഞ ദിവസം 81 വയസ്സിലധികം പ്രായമുള്ള പ്രിയ പിതാവ് അവിടുത്തെ സന്നിധിയിലേക്ക് കയറിപ്പോയി. നമുക്ക് എത്ര കൊല്ലം ഇനി മുമ്പിലേക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. കുഞ്ഞു കുട്ടികൾ ഉദരത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ബാല്യകാലത്ത്, കൗമാരകാലത്ത്, യൗവനകാലത്ത് പല മാതിരി അനുഭവങ്ങളിലൂടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം കുറച്ചും കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കാർക്കും പറയുവാനായി കഴിയത്തില്ല. ഒന്നുകിൽ നമ്മുടെ മരണ ദിവസം സമാഗതമായിരിക്കുന്നു, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ മേഘങ്ങളിലെ പ്രത്യക്ഷത ഉണ്ടാകുവാനായി പോവുകയാണ്. അതുകൊണ്ട് ഒത്തിരി കാലം ഇങ്ങനെ മുമ്പിലേക്ക് പോകാം എന്ന് ചിന്തിക്കാതെ കൈപ്പണിയില്ലാത്ത ഒരു ഭവനത്തിൽ എത്തപ്പെടണമെന്ന ചിന്തയോടുകൂടെ ഹ്രസ്വമായ ജീവിത കാലഘട്ടം ഭക്തിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. മറ്റൊന്ന് നമ്മൾ അറിയേണ്ടിയത്, ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഞരക്കമുള്ള ജീവിതമാണ്. വാക്യം 2 നമുക്ക് ആ കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്, വേദനകൾ നിറഞ്ഞതാണ്, രോഗാതുര അനുഭവങ്ങളാണ്, പട്ടിണിയും പരിവട്ടവുമാണ്, കട്ടനട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്, വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞാരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ മുൻപിലേക്ക് പോയേ പറ്റുകയുള്ളൂ. നാം അറിയേണ്ടത് അത് ഞരക്കമുള്ള ഒരു ജീവിതമാണ്, ഞരക്കമുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞരക്കമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പുറത്ത് ഒരു വിശേഷമായൊരു വസ്ത്രമുണ്ട്. എത്ര പേർക്ക് പ്രത്യാശയോടെ സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? വേദനയുടെ ജീവിതത്തിന്റെ കാലഘട്ടമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിലും അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ആ ഞരക്കം അകത്താണ്, അത് പുറത്ത് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, പുറത്ത് അത് അറിയത്തുമില്ല. കാരണം ഒരു വിശേഷമാകുന്ന വസ്ത്രം ഞങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം അപ്പനും അമ്മയും തന്നതല്ല, അവൻ പ്രിയപ്പെട്ടവർ തന്നതല്ല, അത് രക്ഷയുടെ വസ്ത്രമാണ്. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്ന ആ വസ്ത്രത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുകയാണ്. ആ വസ്ത്രം ധരിച്ച്
ഞരങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും എനിക്ക് നിങ്ങൾക്കും ഒരു പ്രത്യാശയുണ്ട്. ഈ ഞരക്കം തീരുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, വളരെ വേദനയോട് കഴിഞ്ഞ ചില മാസങ്ങൾ അദ്ദേഹം കടന്നുപോയതാണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം സുഖകരമായ ഒരു സംഗതിയല്ല. ആ വേദന അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരൊക്കെ നന്നായിട്ട് ശുശ്രൂഷിച്ചെങ്കിലും ഒരുപാട് വേദനകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഞരങ്ങിക്കൊണ്ട് മുമ്പിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ അകത്ത് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ഈ ഞരക്കം തീരാൻ പോവുകയാ, ഈ വേദന തീരാൻ പോവുകയാ, ഈ ഞെരുക്കം മാറാൻ പോവുകയാണ്. ഞാൻ പ്രത്യാശയോട് കാത്തിരിക്കുന്ന എന്റെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോകാൻ പോകുന്നു എന്ന് ആ പ്രത്യാശയാണ് പുഞ്ചിരിച്ച മുഖത്തോടുകൂടെ കടന്നു ചെല്ലുന്ന എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുവാൻ പ്രിയ പിതാവിന് ഇടവരുത്തിയത്. കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി രക്താർബുദം ബാധിച്ച് ആശുപത്രി കിടക്കയിലായിരിക്കുകയാണ്. തന്റെ മാതാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആ മകളെ ശുശ്രൂഷിച്ച് മുൻപിലേക്ക് പോവുകയാണ്. ഒരു ദിവസം ആ മകൾ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആമൻ, നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു, നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞു, അമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കേവലം 12 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ്, രക്താർബുദം ബാധിച്ച കുഞ്ഞ്, ഭാവി തുടർന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ കുഞ്ഞിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അവൾ യേശുവിനെ സേവിച്ച് ആരാധിച്ചത് കൊണ്ട് ആ സ്തോത്രം രോഗക്കിടക്കയിൽ ആശുപത്രിയുടെ ബെഡില് അവൾ ഒരു വെളിപ്പാട് കണ്ടു. അടുത്ത ദിവസം അവൾ കർത്താവിനോട് ചേരുന്ന വെളിപ്പാട്. ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും എനിക്കിന്ന് പറയാനുള്ളത്, ആ വെളിപ്പാട് കണ്ടുകൊണ്ട് വേണം ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് പോകുവാൻ. നാളെ ജീവിക്കാൻ കഴിയുമെന്ന വെളിപ്പാടല്ല, നാളെ എന്റെ ജീവിതത്തിന്റെ മരണമാണെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് പോകാൻ കഴിയണം എന്ന ആ പ്രത്യാശ, ആ നിത്യവീടിനെ കുറിച്ചുള്ള ആധ്യാത്മിക ചിന്ത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10-ാമത്തെ വാക്യം ഇങ്ങനെയാ കാണുന്നത്. 80-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഇതാണ് പ്രിയരേ, സ്വത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഈ ക്ഷണികമായ കാലഘട്ടത്ത് യേശുവിനെ അറിഞ്ഞവർ, യേശുവിനെ ആരാധിക്കുന്നവർ, ഭക്തിയോട് മുമ്പിലേക്ക് പോകാൻ തയ്യാറാകുന്നവരുടെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുകയാണ്. ചിലതൊക്കെ വിട്ടുകളയാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ചിലതൊക്കെ മറന്നു കളയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് വേണ്ടിയാണ് നിത്യമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പറഞ്ഞവസാനിപ്പിക്കുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാസ കാലഘട്ടം വളരെ ഭയത്തോടെ കഴിക്കാൻ നമുക്ക് തയ്യാറാകാം. ഒരു സന്ദേശം കൂടി ഞാൻ കൈമാറുന്നു. ഒത്തിരി കാലം നമുക്കില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമ യാഗമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് പ്രിയരെ. അതുകൊണ്ട് സ്വത്രമായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ ദിവസമായി മാറട്ടെ, മാനസാന്തരത്തിൻ്റെ ദിവസമായി മാറട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടിയവരാണ്.
കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവർ 3 പേരും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി നിലകൊള്ളുന്നവരാണ്. ആമൻ. മാനുഷികമാകുന്ന ദുഃഖം അവർക്കുണ്ട്. അപ്പൻ എന്ന നിലയിൽ അവർക്ക് ദുഃഖമുണ്ട്. ആമൻ. സ്തോത്രം. അവർ ഹല്ലേലൂയ കടിച്ചു പിടിച്ച് ഇരിക്കുന്നത് അവർക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പകൽ ഈ പ്രിയ പിതാവിൻ്റെ മുഖം കണ്ടു തീരുന്നതല്ല. ആമൻ. സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ ആ പൊൻപുലരിയിൽ എൻ്റെ അപ്പനെ കാണാൻ പറ്റും, എൻ്റെ പിതാവിനെ കാണാൻ പറ്റും, എൻ്റെ അപ്പച്ചനെ കാണാൻ പറ്റുമെന്ന് ആ പ്രത്യാശ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരാൻ പരിശുദ്ധാത്മാവ് അവർക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും കൊണ്ടിയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും ദക്ഷിണ മേഖലയിലെ എല്ലാ ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവമുമ്പാകെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കോയർ ഈ സമയത്ത് ഒരു ഗാനം ആലപിക്കുമ്പോൾ പെട്ടിയിലേക്ക് മാറ്റാവുന്നതാണ്. അതിൻ്റെ ചുമതലപ്പെട്ടവർ ദയവായി ആ കാര്യങ്ങൾ ചെയ്താൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ